അൽറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 വരെ ഉള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിച്ചത്. ക്ഷമ ദീർഘശാന്തി, ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴപ്പോഴേ പകരം കൊടുത്താൽ മനുഷ്യരാരും നിൽക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം എല്ലാവരെയും ന്യായം വിധിക്കും. ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ 7, 8, 9 വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂട്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടം സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനും വരും. ഇതിലെ 7, 8 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കാം. ഇവിടെ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത. ഈ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നല്ല പ്രവൃത്തി എന്ന് പലപ്പോഴും ചിന്തിക്കുമ്പം ആളുകളെ, പാവങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പലപ്പോഴും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ നല്ല പ്രവൃത്തി, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി, ദൈവം പറഞ്ഞിരിക്കുന്ന അനുസരിക്കുന്നതാണ് ദൈവം പറയുന്ന പ്രവൃത്തി. ഇവിടെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പ്രവൃത്തിയാണ് നല്ല പ്രവൃത്തി. അതാണ് നിത്യജീവൻ. ദൈവം തന്ന റെവലേഷൻ, നമുക്ക് വന്ന സ്പെസിഫിക് റെവലേഷൻ എന്ന് പറയുന്ന കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. നല്ല പ്രവൃത്തിക്കുള്ളവർക്ക് അവസാനം അന്വേഷിക്കുന്നത് നിത്യജീവനുണ്ട്. അതിൽ ആ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ലോകത്തിലെ പ്രവൃത്തി അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34, 35 വാക്യങ്ങളിൽ പത്രോസിൻ്റെ പ്രസംഗം പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങി, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്നുവെന്നും ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത് ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, കൊർന്നല്യോസും അവൻ്റെ ഗ്രഹവും രക്ഷിക്കപ്പെടുവാനായി സന്ദേശവുമായി പത്രോസിനെ അയച്ചു. അത് ദൈവം അവനെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നല്ല പ്രവൃത്തി ചെയ്ത ഒരാളാണ് ഹാബേലിൻ്റെ യാഗം നല്ല പ്രവൃത്തിയായിരുന്നു. ദൈവത്തിന് അവനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് സബ്മിറ്റ് ചെയ്ത്. നോഹയെ സംബന്ധിച്ചിടത്തോളം നോഹ അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം ഉണ്ടാക്കിയത് നല്ല പ്രവൃത്തിയായിരുന്നു. എന്താണ് ദൈവം പറഞ്ഞത്? അനുസരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. ഇയ്യോബ് ദൈവത്തെ ഭയപ്പെട്ടു, ദോഷം വിട്ടുമാറാനതും പിൽക്കാലത്തെ കഷ്ടതയുടെ മധ്യത്തിൽ പൊടിയിലും ചാരത്തിലും ദൈവം മുമ്പാകെ ഇരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയായിരുന്നു. മത്തായിയെ സംബന്ധിച്ചിടത്തോളം, ചുങ്കക്കാരൻ മത്തായി, അവൻ കർത്താവ് വിളിച്ചപ്പോൾ ആ സകലത ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുന്നു. അത് അവൻ്റെ ജീവിതത്തിലൊരു നന്മയായിരുന്നു. അത് നല്ലൊരു പ്രവൃത്തിയായിരുന്നു. കൊർന്നല്യോസിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞാണല്ലോ. കൊർന്നല്യോസ് പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും സ്ഥിരതയും പിൽക്കാലത്ത് പത്രോസിൽ നിന്ന് കേട്ട സുവിശേഷം അനുസരിക്കുകയും ചെയ്തു എന്നുള്ളത് അവനെ കുറിച്ച് നന്മയായിരുന്നു. അതുകൊണ്ട് നല്ല പ്രവൃത്തി എന്നിവിടെ പറയുന്നത്, നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്ത് സഹായം ചെയ്യാമെന്ന്. അതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്, എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നത്? 1, ഗ്ലോറി, തേജസ്. 2, ഹോണർ, മാനം. 3, ഇമ്മോർട്ടാലിറ്റി, അമർത്യത. 4, പീസ്, സമാധാനം. 5, എറ്റേണൽ ലൈഫ്, നിത്യജീവൻ. ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. തേജസ്, മാനം, അക്ഷയത, സമാധാനം, അതുപോലെ എറ്റേണൽ ലൈഫ് കിട്ടുന്നതായിട്ട് കാണുന്നു. അത് എങ്ങനെയുള്ളവരാണത്? നല്ല പ്രവൃത്തി, നന്മ എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അളവ് പരിശോധിക്കുന്നതാണ്. പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതിരിക്കുന്നവരെ, അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 1:18 നമ്മൾ പഠിച്ചു. ഇവിടെ ദൈവം ഇമ്മീഡിയറ്റ് കോപിക്കുന്ന ദൈവമല്ല, ദൈവം ദയ കാണിക്കുന്നുവെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. അനുതാപത്തോടുകൂടി, അനുതാപ ഹൃദയത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. അല്ലാത്തവർക്ക് ദൈവം കോപം കൊടുക്കും. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഒരു ഈശ്വര നിന്ദകനായിരുന്നു ശരിക്കും. അവനെ പിന്നീട് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പോലും എഴുതാനായിട്ട് ജോൺ ബെനിയൻ എഴുതാനായിട്ട് സാധ്യമായി. ദൈവം അവനെ ഉപയോഗിച്ചതായിട്ടാണ് കാണുന്നത്. 2:8 വരുമ്പോഴേ ശാഠ്യം പൂണ്ട സത്യം അനുസരിക്കാതെ, ഈ കോപം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ക്രോധം എന്ന് പറയുന്നത് ഈ കോപം പൊട്ടി ഒഴുകുന്നതാണ് ക്രോധം എന്ന് പറയുന്നത്. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു. സങ്കീർത്തനം 90:11 നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ആരാണ് ഈ ക്രോധം ഗ്രഹിച്ചത്? നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ആരാണ് ഗ്രഹിച്ചത്? അത് ഗ്രഹിച്ചത് വേറെ ആരുമല്ല, യേശു ക്രിസ്തുവാണ് ഗ്രഹിച്ചത്. യേശു ആ ക്രോധം മനസ്സിലാക്കി, യേശു അത് ഏറ്റെടുത്തു. ആ ക്രോധത്തിൻ്റെ ശിക്ഷയാണ് യേശു കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തത്. ദൈവത്തിൻ്റെ കോപം, ക്രോധം. നഹൂം 1:2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ ഇത് ശ്രദ്ധയോടിരിക്കുക. ഇത് ദൈവം ഇത്രയും കോപം ഉള്ള ഒരു പേഴ്സണാലിറ്റി ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്, മേഘം അവൻ്റെ കാൽ കീഴെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ പൽസിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും വളരുന്നു, ലെബാനോൻ്റെ പുഷ്പം വാടിപ്പോകുന്നു. അവൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധിയിൽ ഞെട്ടിപ്പോകുന്നു മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അവൻ്റെ ക്രോധത്തിന് മുന്നിൽ ആർ നിൽക്കും? അവൻ്റെ ഉഗ്രകോപത്തിങ്കിൽ ആർ നിവർന്നു നിൽക്കും? അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. ഈ ക്രോധം ക്രോധത്തിൻ്റെ മുമ്പിൽ ആര് നിൽക്കും? തിന്മ ചെയ്യുന്നവർക്ക് എന്താണുള്ളത്? തിന്മ ചെയ്യുന്നവർക്ക് ക്രോധവും കോപവുമാണുള്ളത്. അപ്പോൾ തിന്മ ചെയ്യുന്നവർക്കുള്ള എന്ന് വെച്ചാൽ, തിന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ അനുസരിക്കാതെ ദൈവം പറഞ്ഞതിന് വിപരീതമായി ചെയ്യുന്ന. ബൈബിളിൽ ഒരുപാട് ഉദാഹരണമുണ്ട് തിന്മ ചെയ്ത്. ഒന്ന്, ആദ്യം തന്നെ നമുക്ക് എടുക്കാം, ദൈവം ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞ വ്യക്തി. അതിനു മുമ്പ് കായീൻ എടുക്കാം. ഹാബേലിനോട് പിണങ്ങി ദൈവത്തിന് വിരോധമായി ആദ്യത്തെ കൊലപാതകം ചെയ്ത വ്യക്തി കായീൻ. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞ ഏശാവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു നോക്കിയ ഫറവോൻ പറഞ്ഞ എന്താണ്? യഹോവയുടെ വാക്ക് കേൾക്കാൻ ഞാൻ യഹോവയെ ശ്രദ്ധിക്കേണ്ടതിന് യഹോവ ആര് എന്ന് ഫറവോൻ ചോദിച്ചാണ്. ഫറവോൻ അടുത്ത വീണ്ടും എടുക്കാൻ ആദ്യമായിട്ട് തന്നെ രാജഭരണം ഇസ്രായേൽ കൊണ്ടുവന്നു. ശൗലിനെ സംബന്ധിച്ചിടത്തോളം അത് അലക്ഷ്യമാക്കി കളഞ്ഞു. യഹോവയുടെ വാക്ക് നിഷേധിച്ചു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായ ദാവീദിനെ കൊല്ലുവാനായി ശ്രമിച്ച ശൗൽ തൻ്റെ കത്തി കൊണ്ട് യിരെമ്യാവിൻ്റെ പ്രവചനങ്ങൾ കീറി ദഹിപ്പിച്ച് കളഞ്ഞ യഹൂദയിലെ രാജാവായ യെഹോയാക്കീം
മാനസാന്തര സ്നാനം നിഷേധിച്ച ശാസ്ത്രിമാരും പരീശന്മാരും ഇവരെല്ലാം തന്നെ സത്യം അനുസരിക്കാതെ തിന്മ ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസാണ് നമ്മുടെ മുമ്പിൽ. മത്സരികൾ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവർ അനീതി ചെയ്യുന്നു, അനീതി പ്രവർത്തിക്കുന്നു. നിയമലംഘനമാണല്ലോ പാപം. അതുകൊണ്ട് അവർ കോപവും ക്രോധവും ചരതിച്ച് വെക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഉള്ള ഒന്ന് റാത്ത്. റാത്ത് എന്ന് പറഞ്ഞാൽ ക്രോധം. 2 ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ കോപം. 3 ട്രബിൾ. ട്രബിൾ എന്ന് പറഞ്ഞാൽ കഷ്ടം. 4 ഡിസ്ട്രസ്. ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ സങ്കടം. ഈ 4 കാര്യങ്ങളാണ് തിന്മ ചെയ്യുന്നവർക്കുള്ളത്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞു നന്മ ചെയ്യുന്നവർക്ക് എന്താണുള്ളത്? തേജസ്, മാനം, അമർത്യത, സമാധാനം, നിത്യജീവൻ. എന്നാൽ ഇവിടെ ക്രോധം, കോപം, കഷ്ടം, സങ്കടം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മളിതിനകത്ത് ഏത് കാറ്റഗറി വരുമെന്നുള്ളത്. ദൈവത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൽ കൂടി നമ്മൾക്ക് തന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതിനോട് ചേർന്ന് പറയുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ, നീ എനിക്ക് തന്ന മഹത്വം എന്നിൽ വിശ്വസിക്കാൻ പോകുന്നവർക്കൂടെ ഞാൻ കൊടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വസിക്കുന്നതോടെ കർത്താവിൻ്റെ മഹത്വവും മാനവും കർത്താവ് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്. കർത്താവിടെ ഇമ്മോർട്ടാലിറ്റി, അമർത്യത നമുക്ക് തരികയാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരികയാണ്. അവസാനം എന്താണ്? നിത്യജീവൻ. എന്നും കർത്താവിനോടൊപ്പമായിരിക്കാനുള്ള നിത്യജീവൻ. ഇതെങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തി എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. വിശ്വാസത്താലുള്ള തീരുമാനം ദൈവത്തിങ്ങൾ എടുക്കുന്നവരാണ്. അതാണ് അനുസരണം, വിശ്വാസമുള്ള അനുസരണം. പൗലോസ് പറഞ്ഞു, 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞാണ് വിശ്വാസത്തിൻ്റെ അനുസരണം. ഐ ആം എ ഫാരസി ടു ഗോഡ് എന്ന് പോൾ പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ്. അതിന് പകരമായിട്ട് ദൈവത്തെ അനുസരിക്കാതെ ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുകയും എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് പറയുന്നത് ഒക്കെ ഞാനങ്ങ് ചെയ്തങ്ങ് പോവുകയാണ്. ദൈവത്തിൻ്റെ റെവലേഷനൊക്കെ അവിടെ ഇരിക്കട്ടെ, ദൈവനൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ യൂണിവേഴ്സലത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം ഈ ലോകത്തിൽ പാപം അയച്ചു, ദൈവം യേശുക്രിസ്തു വന്ന് മരിച്ചു, എല്ലാവർക്കും രക്ഷയായി. ഓക്കെ, എൻ്റെ റോൾ അതൊക്കെ, അത് വിശ്വസിക്കുക, പോവുക, അത്രേ ഉള്ളൂ. ജീവിച്ചു പോകണം സഹോദര, ജീവിച്ചു പോകണം, അതിനപ്പുറമായിട്ടൊന്നുമില്ല. ഇങ്ങനെ ചിന്തിച്ചു പോകുന്നൊരു യൂണിവേഴ്സലിസം. അങ്ങനെ പോയാൽ എന്താണ് അവർക്കുള്ളത്? കോപവും ക്രോധവും കഷ്ടവും സങ്കടവുമാണ് അവർക്കുള്ളത്. ഇവിടെ പാർഷ്യാലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ആദ്യം യഹൂദനും പിന്നെ യവനും. ആദ്യം എന്തിനാണ് യഹൂദന് വരുന്നത്? ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അതുകൊണ്ട് ആദ്യം അവർക്ക് വരും, പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും വരും. 2 വാക്യമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മൾ എന്താണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ ഒന്ന് വിശകലനം ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. എൻ്റെ ടേക്ക് അവേ അതാണ്. നമ്മൾ എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ തേജസ്സും മാനവും അക്ഷതയുമാണോ തിരഞ്ഞെടുക്കുക? അതോ നമ്മൾ കോപവും ക്രോധവും കഷ്ടവും സങ്കടവുമാണോ തിരഞ്ഞെടുക്കുക? നമ്മളെ തന്നെ ഒന്ന് ആലോചിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കൂടുതൽ ശക്തിയായിട്ട് ഞങ്ങൾ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അത് വിടുവിക്കട്ടെ, ട്രാൻസ്ഫോം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് ഹോണർ തരാനായിട്ട്, നീ ഞങ്ങൾക്ക് മാനം തരാനായിട്ട്, നീ ഞങ്ങൾക്ക് തേജസ് തരാനായിട്ട്, നീ ഞങ്ങൾക്ക് നിത്യജീവൻ തരാനായിട്ട് എല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. എന്നാൽ ഞങ്ങളെല്ലാം പുറകെ എറിഞ്ഞു കളഞ്ഞ് ഈ ലോകത്തിൻ്റെ പുറകെ പോയി, പിശാചിൻ്റെ പുറകെ പോയിട്ട് ഉള്ള കോപവും ക്രോധവും കഷ്ടവും സങ്കടവും പിടിച്ചു വാങ്ങിയിരിക്കുന്നു. കർത്താവെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നവർ കർത്താവെ ഈ ഒരു തീരുമാനത്തിൽ വന്നിട്ടില്ലെങ്കിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഞങ്ങൾ കർത്താവെ പറയുന്നു, പറയുന്നു. ദൈവമേ, അവരെ ആ വലിയൊരു വീണ്ടെടുപ്പിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ കെട്ടുകളൊക്കെ ഇന്ന് രാത്രികാലം പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തേജസ് അവരുടെ ഉള്ളിലേക്ക് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടാലും വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ പ്രോമിസ് മനസ്സിലാക്കി യേശുവിൻ്റെ ആളത്വത്തിൽ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് ഈ ദിവസം കർത്താവെ നീ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അറിഞ്ഞവരെ അവർ സൽപ്രവൃത്തി കൊണ്ട് നിറയപ്പെടുവാനായി, നന്മ ചെയ്ത് ജീവിപ്പാനായി കർത്താവെ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളിലുള്ള കർത്താവെ വരങ്ങളെ ജ്വലിപ്പിക്കാനായിട്ട് പ്രിയമക്കളെ സഹായിക്കണമേ. ചില കഷ്ടതയിൽ കൂടി പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികൾ കാണുന്നുണ്ട്. രോഗത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളെ, അലർജിയുടെ പ്രയാസങ്ങളെ, അതുപോലെ ദേഹത്തിൻ്റെ വേദനയിൽ കൂടി കടന്നു പോകുന്നവരെ ഇതെന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവം നമുക്ക് തരുന്നതിൻ്റെ പ്രോമിസാണ്. കഷ്ടതയും സങ്കടവും അല്ല നമുക്ക് തരുന്നത്, അത് തിന്മ പ്രവർത്തിക്കുന്നതിനുള്ളവനാണ്. ദൈവത്തിൻ്റെ പ്രോമിസ് ഇതാണ്, നിങ്ങൾക്ക് തേജസ്സും മാനവും തരുമെന്നുള്ള പ്രോമിസ്. അങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുമോ? നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ്സിലെ നിങ്ങളായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാനം നിങ്ങളിലിരിക്കും. ദൈവം എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇത് കണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ പ്രയർ ലൈൻ നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.